എവരിവൺ, മൂവി വേൾഡിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വർഷ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയും അടക്കി ഭരിക്കുന്ന 6 പേരാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് അജ്മൽ, ചാനലിൻ്റെ പേര് അജു പൊങ്കുന്നു. എൻ്റെ പേര് സിജോ, ചാനലിൻ്റെ പേര് മിസ്റ്റർ സോജ്. എൻ്റെ പേര് അഭിമന്യു, ചാനലിൻ്റെ പേര് ഐ എം നോട്ട് പെർഫെക്റ്റ്. എൻ്റെ പേര് വിഘ്നേഷ്, എൻ്റെ ചാനലിൻ്റെ പേര് വിക്ക് വ്ളോഗ്സ്. എൻ്റെ പേര് അല്ലമീൻ, ചാനലിൻ്റെ പേര് GP റൈഡർ ബോയ്. എൻ്റെ പേര് ആകാശ് പിന്നി, ചാനലിൻ്റെ IG ക്രൂട്ട്സ്. ഓക്കെ, അടിപൊളി. എന്താണ് നിങ്ങളുടെ വിശേഷം? സുഖം, സമാധാനം, സന്തോഷം. എല്ലാം കള്ളത്തരം. സുഖ സമാധാനം ഒന്നും ഇല്ലേ? കുഴപ്പമില്ല. സ്ട്രഗിൾ ഉണ്ട്, പരിശ്രമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പരിശ്രമങ്ങളല്ലേ നിങ്ങളിവിടെ എത്തിച്ചത്. അതെ, നിങ്ങളുടെ റിയൽ നെയിം കുറച്ചും കൂടി ആളുകൾക്ക് അധികം അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടി നിങ്ങളുടെ GP റൈഡർ, മിസ്റ്റർ സോഡ്ജ്, അതാണ് എല്ലാവരും കുറച്ചും കൂടി അറിയാം. അതെന്നെ പറഞ്ഞല്ലേടാ, അതുപോലെ കറക്റ്റ് ആയിട്ട് എന്നെ വിജു ബോങ്ക് എന്നൊക്കെ വിളിക്കുന്നു. സി, നിങ്ങളുണ്ടല്ലോ പറയാൻ വായിക്ക് കൊള്ളാത്ത പേരുകളാണ് നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് എനിക്ക് പക്ഷെ ഏറ്റവും മൈൻഡിൽ ഓർമ്മ വരുന്നത് GP റൈഡർ, അല്ലബിന്റെ പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരി, നിങ്ങളൊക്കെ കണ്ടാല് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടല്ലായിരിക്കും? നമ്മളെ കുറച്ച് ആരാധകർ റിവീൽ ചെയ്യണം. കുറച്ച് ആരാധകർ, ഞാൻ ഇന്നിപ്പോ നിങ്ങളാണ് വീഡിയോ എടുക്കാൻ വരുന്നത്, നിങ്ങളുടെയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്താ പറയാ, തുള്ളി തുളുമ്പുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ വയസ്സൊക്കെ അറിയാൻ നമുക്ക് എളുപ്പമായല്ലോ. 22 വയസ്സ്, 26, 22, 26, 27 കഴിഞ്ഞു, 28, 25 കല്യാണമൊക്കെ അടുത്തുണ്ടാവോ? പിന്നെ കല്യാണമൊന്നും നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 5 നിങ്ങൾ എന്താണ് ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ആ ഒരു ഭാഗം മാറ്റി വെച്ചാല് ശരിക്കും നിങ്ങൾ എന്തായിരുന്നു? അതിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പണ്ട് വൺസ് അപ്പോൺ എ ടൈം നിങ്ങൾ എന്തായിരുന്നു? നമ്മൾക്ക് എനിക്കിന്ന് പടത്തിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ സൂര്യാണ് എൻ്റെ കട്ട ഫാനാണ്. അപ്പോൾ പുള്ളിയുടെ ഇതിന് മൂവിയൊക്കെ കണ്ടാൽ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ആദ്യം ഭയങ്കര നെഗറ്റീവ് അല്ല, ഇപ്പം ഗൾഫിൽ പോകണം ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി എനിക്ക് 2 പേപ്പർ ഞാൻ മനപ്പുറം എഴുതിയെടുത്തില്ല, ഗൾഫിൽ പറഞ്ഞു വിടുമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫയർ ആൻഡ് സേഫ്റ്റി അടിക്കാൻ വിട്ട് നെബോഷ് എടുത്ത്, എന്നിട്ട് നമ്മളെ ചവറ KML ടൈറ്റാനിയം ഉണ്ടായിരുന്നു, അവിടെ 6 മാസം ജോലിക്ക് നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ 1 വർഷം നിന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെ എന്നാൽ മതി. ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും വൈറലാവും അങ്ങനത്തെ ഒരു വിചാരത്തിലല്ല. പക്ഷെ നമ്മളൊരു പാഷൻ, എന്നാലും നമുക്ക് എങ്ങനെയും ഒന്ന് ഓഡീഷനൊക്കെ പോയി സിനിമയിൽ കയറണം എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് വന്ന് വീഡിയോ കയറി ക്ലിക്കായി തുടങ്ങി. അപ്പം പിന്നെ ഗൾഫിലെ വീട്ടിലെ ആ ഒരു പ്രഷറൊക്കെ കുറഞ്ഞു. നമുക്കിപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും ഇപ്പം പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ തന്നെ ആദ്യം പൊതിച്ചുകൊണ്ടിരുന്നേ, ഈ ചെറുക്കം എന്തോ കാണിക്കും ഇത്രയും വലുതായിട്ടും ഇങ്ങനെ വീഡിയോ എടുത്ത് കളിച്ച് കിടക്കുന്നു. കല്യാണത്തിനൊന്നും ഞാൻ പോകത്തില്ലായിരുന്നു. ഇതാണെങ്കിൽ ബന്ധുക്കാരൊക്കെ ചോദിക്കും ഇവനെന്ത് എവിടെയും പോകണില്ലേ, ഗൾഫിൽ പോകണില്ലേ. മെയിനായിട്ടുള്ള ആമ്പിളാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് ഗൾഫിൽ പോയിക്കോണം, കേരളം വിട്ട് ഗൾഫിൽ പോയിക്കോണം. നമ്മളെ പാഷനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നും ഒരു വിലയുമില്ല. നമ്മൾ വീട്ടുകാരെ കുറ്റം പറയുന്നതല്ല, മനസ്സിലായി. എല്ലാ മിഡിൽ ക്ലാസ്സിൽ പെട്ട എല്ലാ ആമ്പിളാരുടെയും അവസ്ഥ അതാ. ഇപ്പൊ വീട്ടിലൊക്കെ ഇപ്പം വീട്ടിൽ കുഴപ്പമില്ല. നമ്മളിപ്പം ലൈക്ക് ആദ്യം വീട്ടിലൊക്കെ പണിക്ക് പോ എന്നുള്ള സ്കീമായിരിക്കില്ല. പണിക്ക് പോടാ, രാവിലെ എന്നിട്ട് വീഡിയോ എടുക്കാൻ നടക്കുക, അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? അച്ഛനോട് ജോലിക്കും പോയിട്ടുണ്ട്. അച്ഛനോട് ജോലിക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും പോവായിരുന്നു. ഇപ്പോഴും പോകുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോയിട്ട് ഇടയ്ക്ക് വെച്ച് ലീവൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ജോലി കമ്പിപ്പണി. എന്താ ഞങ്ങളെല്ലാരും ചെറിയ ചെറിയ നമ്മള് വരാതിരിക്കാൻ വേണ്ടി മനസ്സിലായി. കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്. പാർക്ക് ചെയ്യുന്ന ജോലി ബോഡി ഗാർഡിന്റെ തന്നെ അല്ല പാർക്കിങ്ങിന്റെ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ ജോലി വഴി നിന്ന് പൈനാപ്പിൾ വെച്ചോടാം. ഞങ്ങളെ മാമക്ക് പൈനാപ്പിൾ വെച്ചോടാം. അപ്പം വഴിയോർത്ത് മറ്റേ 3 സെറ്റ് പൈനാപ്പിൾ 100 രൂപ അങ്ങനെ സെറ്റപ്പിൽ വണ്ടി ഓടിച്ചിട്ട് പൈനാപ്പിൾ വയ്ക്കാൻ പോയിട്ടുണ്ട്. എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ആരുമില്ല. ഡിഗ്രി തോറ്റ്, പരീക്ഷയ്ക്ക് തോറ്റ്. പിന്നെ ഞങ്ങളെല്ലാരും പഠിക്കാൻ നല്ല അടിപൊളി എനിക്ക് ഡിഗ്രി പഠിക്കാൻ കൊണ്ടാക്കി. എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കണം, നമ്മൾ അവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തു, ചാടി കയറി. അമ്മമാരും വന്നില്ല, അങ്ങനെ അവിടെ പെട്ടുപോയി. അങ്ങനെ എക്സാം ഒക്കെ തുടങ്ങി, ഫസ്റ്റ് ഇയർ ഒക്കെ ആയി. ഫസ്റ്റ് ഇയർ എല്ലാ വിഷയത്തിനും പൊട്ടി.
സെക്കൻഡ് ഇയർ എല്ലാ വിഷയത്തിനും പൊട്ടി. തേർഡ് ഇയർ എല്ലാ തേർഡ് ഇയർ പരീക്ഷ എഴുതാൻ പോകും. പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് പേപ്പർ തരും, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് കൂൾ ഓഫ് ടൈം ആകുമ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോയി കൂൾ വെച്ചിരിക്കും. അങ്ങനെയൊക്കെ ഇരുന്ന് പയ്യന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയി. പയ്യന്റെ നോക്കി എഴുതിക്കൊണ്ട് അത് എനിക്കറിയായിരുന്നു. എനിക്കറിയാം. അല്ല ഞാൻ എന്റെ കൂടെ പഠിച്ച് എന്റെ ചേച്ചീൻ്റെ കൂടെ പഠിച്ച് പിന്നെ ഇപ്പൊ എന്റെ കൊച്ചിന്റെ കൂടെ പഠിക്കണമെന്നാണ് ഞാൻ ചേച്ചിയോടെ പഠിച്ചേ. ആണോ? അത് ഞങ്ങളോട് പഠിച്ച് ഞങ്ങളോട് പഠിച്ചു. ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ 10 5 കൊല്ലം ചുമ്മാ അടിച്ചോളിച്ച് നടന്ന് പിന്നെ വീണ്ടും പഠിക്കാൻ വീണ്ടും അതുപോലെ അടിച്ചോളിച്ച് ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. 1.5 വർഷം. പിന്നെ അവിടുന്ന് പണി നിർത്തി വന്നിട്ട് ചാനലൊക്കെ തുടങ്ങി. അവിടുന്ന് അടിച്ചു വിട്ടാന്ന് കേട്ടത്. അടിച്ചിറക്കിയൊന്നുമല്ല. ഈ ലൈക്ക് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പഠിച്ചാൽ മാത്രമേ സക്സസ് ആവുള്ളൂ എന്ന് അല്ലേ? നമ്മളങ്ങനെ നമ്മൾ കേട്ടില്ല. പഠിക്കണം, പഠിത്തമൊക്കെ വേണം, പ്ലസ് ടു വരെ പഠിക്കണം, ബേസിക് ഒരു നോളജ് വേണം. നോളജ്. എല്ലാ ഭാഷയും അറിയുന്ന അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാൻ. അതെ, നമ്മൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പോയാലും നമ്മൾ അത്യാവശ്യം സംസാരിച്ച് നിൽക്കണം. മനസ്സിലായി? ഈ ബാങ്കിലൊക്കെ പോയി എഴുതാനൊക്കെ അത് എഴുതാനൊക്കെ പഠിച്ചിരിക്കണം. ബോങ്കാരനെ ചെന്നിട്ട് ഇതൊന്നും മക്കളെ ചോദിക്കോ? കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടിരിക്കുന്നത്. എടാ വിഷയല്ലേട്ടാ. അവിടെ പോയി ഓക്കെ. അപ്പൊ അല്ലേ പയ്യ ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതായത് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നാണല്ലോ. അല്ല, നമുക്കൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ പഠിത്തത്തിനോട് തന്നെ കൊണ്ടുപോവുക. പറയാൻ പറ്റത്തില്ല നമുക്ക് ചെന്നെത്താൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചാൽ നീ എത്ര വലിയ കഠിനമായിട്ടുള്ള ഇതാണെങ്കിലും നമുക്ക് എത്തിച്ചെത്താം അല്ലോ. പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും കഠിനമായിട്ട് പഠിച്ചാൽ അവർ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റും. അതും വേണം. ഡോക്ടറും വേണം, പാഷൻ മാത്രമല്ല, എല്ലാവരും വേണം. എല്ലാവരും വേണം. പാഷന്റെ കൂടെ തന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ടുപോകണം ഒരാൾക്ക്. അല്ലെങ്കിൽ അവിടെ അങ്ങുമില്ല ഇങ്ങുമില്ലതായിപ്പോ. നമ്മളെ വീഡിയോ കൂടുതലും കാണുന്ന പിള്ളേരാ. അപ്പൊ നമുക്ക് പിള്ളേർക്ക് പഠിക്കലെന്ന് പറയാൻ പറ്റത്തില്ല. അവര് പഠിക്കണം, വളർന്നു വരണം. നമ്മളെ പറ്റുമെങ്കിൽ നമ്മളെ കേരളത്തിൽ തന്നെ ഒന്ന് ജോലി ചെയ്യണം, പുറത്തു പോകാതെ. അവരവരുടെ മേഖലകൾ കണ്ടെത്തണം. നിങ്ങളൊക്കെ വീടിന്റെ അടുത്താണോ എല്ലാവരും? അടുത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ കോണ്ടന്റ് ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത്? ഞങ്ങൾക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പൊ ഒരുമിച്ച് എല്ലാരും ഒരുമിച്ച് അറിയാം. വീഡിയോ ചെയ്ത് തുടങ്ങി ചാനൽ ചെയ്ത് തുടങ്ങി എല്ലാരും അങ്ങോട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുമിച്ച് പിന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചെയ്യാറ്. ഒറ്റയ്ക്ക് ആദ്യം ചാനൽ ചെയ്തു തുടങ്ങി എല്ലാരും ഒറ്റയ്ക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ചിട്ട് ഇവർ രണ്ടുപേരാണ് ചെയ്യുന്നത്. അല്ലമിനിക്കാന്ന് ഫസ്റ്റ് ചെയ്യുന്നില്ലേ? അല്ലുമിനിക്ക അവനാ ടിക്ടോക്ക് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ഒറ്റയ്ക്ക് മറ്റേ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് ഇവിടെ അഭിനയിക്കും. വൈൻ വീഡിയോ ആണ് ഞാന് ടിക്ടോക്ക് ഓൺ വോയിസ് ഒക്കെ ചെയ്യായിരുന്നു. പക്ഷേ എന്നാലും റീച്ച് ഒന്നുമില്ലാത്തതുകൊണ്ട് അന്നേ ചവിട്ടി. പിന്നെ ഇവര് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് വന്നു ഇവര്. അങ്ങനെ ഞാൻ ഇവരെ കൂടെ അങ്ങനെ ചെയ്തു തരുന്നു. ആകാശേ എഴുന്നേക്ക്. ആകാശ് ഡാൻസറാ? അവന്റെ കോളേജിലെ പരിപാടിക്കൊക്കെ പോയി ആദ്യം ഇവിടെ അവസ്ഥാനം ഞങ്ങളിങ്ങനെ സംസാരിച്ചു എന്തായാലും ഞങ്ങൾ കയ്യിൽ നിന്ന് പാളിന്നറിയാം. അപ്പോഴേ ആകാശിന്റെ ഡാൻസ് ഇറക്കിയിട്ട് ഞങ്ങൾ അതിൽ പിടിക്കും. ഞങ്ങൾ അവിടെ നിന്ന് കൈ അപ്പൊ നീ ഒരു ബലിയാടാണ്. ഡാൻസർ. ആകാശിന് കാണുമ്പോൾ തന്നെ ഒരു ഡാൻസറിന്റെ ലുക്ക് ഉണ്ട് അല്ലേ? ഞാൻ ചിന്തിച്ചിരുന്നു നിങ്ങളൊക്കെ അവനെ കണ്ടിട്ട് എന്തോ ചിന്തിച്ചു. അവന് ഭയങ്കര നിഷ്കു നിഷ്കുല്ല. അവനെല്ലാം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പറയും, ഉള്ളിൽ വെക്കൂല. ഇവന്റെ വിഘ്നേഷിനെ കാണുമ്പോ അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. പിന്നെ അല്ലമ്മേനെ കാണുമ്പോ ഒന്നൊരു പേടിയൊക്കെ ആവും ഇല്ലേ? പക്ഷെ പിഞ്ച് മനസ്സാ. ഞാൻ വിചാരിച്ച ഭയങ്കര അതെ ഞാൻ ഭയങ്കര പിന്നെ ആകാശ് ഓൾറെഡി പാവം. ആകാശ് ഡാൻസർ ലുക്ക് ഉണ്ട്. നിന്നെ ഞാൻ നീ ഒരു റെമോ ലുക്കാണ്. ഇവിടെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ മറ്റേ നമ്മുടെ സിനിമയില്ല ആരുടെ ഷിയാ വിക്രമിന്റെ സിനിമയില്ലേ അന്യനിലെ റെമോ മോഡില്ലേ? എനിക്ക് തോന്നിയടാ, എനിക്ക് തോന്നി. ഓക്കെ സെറ്റ് ബെസ്റ്റ്. നീ കണ്ടാലേ എനിക്കൊരു സ്വാമിജി എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്യുന്നു. അവർക്ക് ഫീൽ ചെയ്യല്ലേ പറയാൻ പറ്റില്ല. കുറച്ച് പാട്ടുണ്ടല്ലോ മുമ്പല്ലേ മുടിയ താടി വളർത്തുന്ന കഞ്ചാവുന്നുണ്ട്. പിന്നെ
അഭിമന്യുവിനെ കണ്ടാലും എനിക്കൊന്നും പ്രത്യേകിച്ചും അഭിമന്യു ഒരു അസാധ്യ സിംഗറാണ്. ആണല്ലേ? പാട്ട് പഠിപ്പിക്കും. അസാധ്യമായിട്ട് അവൻ ഗിറ്റാറിസ്റ്റ്, അഭിമന്യു പടം വരയ്ക്കും, ഫുട്ബോൾ കളിക്കും, കഴിവുള്ള ഒരു പയ്യൻ. എല്ലാ കൂട്ടത്തിലും കാണും, എല്ലാ കഴിവുള്ള ഒരു വേറൊരു കഴിവുണ്ട്, അത് പുറത്തു പറയുന്നില്ല. കുറച്ചുകൂടി പറയണേ. അഭിമന്യുവിനാണ് അങ്ങനെ ഒരു ഭാവം, നല്ല നാട്ടിൻ പുറത്ത് ഉള്ള ഒരു പൈൻ്റെ നല്ല ചെയ്യുന്ന സ്വാമി. അതായത് ഒരു ഹിപ്പി ലുക്ക് ഉണ്ട്, ഹിപ്പി ലുക്ക് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. മനുഷ്യക്കോലം ഉണ്ടല്ലോ, അത് മതി. അത് മതി. നിങ്ങൾക്കൊക്കെ പ്രപ്പോസൽസ് ഒക്കെ വരാറില്ലേ? പിന്നെ ഡെയിലി എന്താണോ പ്രപ്പോസൽസ്? എന്താണോ പറയാൻ പറ്റത്തില്ല. അല്ലല്ല രാവിലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോൾ ഒരു 100 പ്രപ്പോസലാണ്. ഇതിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കണം, പിന്നെ കിടന്നുറങ്ങണം. ഇതാണ് പണി. ഈ പ്രപ്പോസൽ ഒരു ആരാ പറഞ്ഞേ? അല്ല ഞാൻ അതറിയില്ലല്ലോ. ഇപ്പൊ ചോദിക്കില്ല. എനിക്ക് അങ്ങനെ വരത്തില്ല. ചില മാസങ്ങൾ വരും. ആരെങ്കിലും മെസ്സേജ് രാവിലെ ആരെങ്കിലും വരണ്ട ലൈവൊക്കെ അത് ഞാൻ മെസ്സേജ് നോക്കാൻ വേണ്ടി വേണ്ടി ഒരുപാട് ഇമോജിയിലും പെട്ടെന്ന് അട്രാക്ട് ചെയ്യാന്ന് പറയുന്ന ഇമോജിയൊക്കെ എടുത്തിട്ട് ചേട്ടൻ്റെ ഭയങ്കര ഫാൻ, എനിക്ക് ഭയങ്കര ഫാനാന്ന് പറഞ്ഞാൽ ആടുന്നതല്ല, വേറെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പണ്ടുണ്ട്. അല്ല ഇവർക്ക് അല്ല എനിക്ക് അതേടൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും, 2-3 കൊല്ലം മുമ്പൊക്കെ ഞാൻ മെസ്സേജ് ഉണ്ട് ആയില്ല പറഞ്ഞു. അവരൊക്കെ തിരിച്ച് ഇപ്പം ഇങ്ങോട്ട് റിപ്ലൈ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2019 ഇട്ടേക്കുന്നത് ആ ഒരു പണിയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. വേറെ ഒരുപാട് എന്താണ് ജാടയാണോ നോക്കുന്നില്ലല്ലോ, ആയ 10 അങ്ങോട്ട് ഇട്ടായിരുന്നു ആ ടൈമില് പറഞ്ഞ ഇതൊന്നും ആരും തുറന്നങ്ങനെ പറയാറില്ല. പലരും മൂടി വെച്ചിരിക്കുന്ന പല ആളുകളും ഇവിടെ ഉണ്ട്. പല ആളുകളുണ്ട്. അപ്പൊ പിന്നെ പഴയ അക്കൗണ്ട് പോയി, പുതിയ അക്കൗണ്ടാണ്. പഴയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ മെസ്സേജ് കാണാൻ പറ്റത്തുള്ളൂ. ശരി പോട്ടെ. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നല്ലൊരു പ്രൗഡ് ഉണ്ട്. നമുക്കിപ്പോ മൂവി തന്നെ ഒരുപാട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റി. ഇപ്പൊ നെസ്ലിനായിട്ടാണെങ്കിലും നിവിൻ പോളി ചേട്ടനായിട്ടാണെങ്കിലും ദിലീപിന്റെ കാര്യം എടുത്തെടുത്തോണ്ട്. കാര്യം പറഞ്ഞാൽ എല്ലാരും ദിലീപിനെ കാണുന്ന ഒരു ഇമോജി കാണുമായിരിക്കും, പക്ഷെ നമ്മുടെ മുമ്പിൽ പുള്ളിക്കാരൻ പക്കാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ്. ഒരാള് നമ്മുടെ അടുത്ത് അത്രയും നിൽക്കേണ്ട കാര്യമില്ല. ഭയങ്കര പുള്ളി 10 തരാൻ പറഞ്ഞാൽ 100 എഫേർട്ട് ഇടുന്ന പുള്ളിയാണ്. അത് കണക്ക് ഇന്നലെ ഷൈനികം മഹിമ എന്തൊരു മനുഷ്യൻ. അല്ല അടിപൊളി. നമ്മളെങ്ങനെ അതിനൊക്കെ സൂപ്പറായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റിയത് ഇപ്പൊ നിലയിലായോണ്ടാണ്. അതൊരു പ്രൗഡ് ഉണ്ട്. എല്ലാവർക്കും കിട്ടത്തില്ല. ഇടയ്ക്ക് ആകാശിനെ കൂടെ 2 വാക്ക് പ്രതീക്ഷിക്കുന്നു. ആകാശിന് എന്ത് ഫീൽ ആണല്ലേ? എനിക്ക് കുഴപ്പമില്ല. എനിക്കങ്ങനെ സെപ്പറേറ്റ് ചാനലില്ല. ആണല്ലേ? സപ്പോർട്ട് ചെയ്യല്ലേ. പിന്നെ സ്വന്തം അക്കൗണ്ട് ഡാൻസർ അല്ലാതെ അങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള ഇവരെല്ലാരും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. ഈ കോണ്ടന്റ്സിന്റെ ഒക്കെ ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? നല്ല നല്ല കൂട്ടുകാരുണ്ട്, നല്ല നല്ല ഐഡിയാസ് കിട്ടും. നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ്. ഫുൾ ട്വിസ്റ്റ് ആണ് നിങ്ങളുടെ. എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവും, സംഭവിക്കാൻ പോവാണെന്നുള്ളത്. ആദ്യം ഇങ്ങനെ സാഡ് ആയിട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു ലൈക്ക് എൻഡിൽ ഉണ്ടാവും. സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് സെന്റ് വീഡിയോ, ഞാൻ ഇമോഷണൽ വീഡിയോ ചെയ്തോണ്ടിരുന്നു. അപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇത് കണക്ക് എന്റെ വീഡിയോ ഒന്നാമത് ഭയങ്കര ഇതായിട്ട് ഓഫീസിൽ നിന്നൊക്കെ വരുന്നു, സ്ട്രെസ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ വീഡിയോ കൊള്ളാം, അഭിനയം കൊള്ളാം, പക്ഷേ വീഡിയോ ഒന്നുകൂടെ അവർ സ്ട്രെസ് ആവുന്നു, ഭയങ്കര ഇതിലായിട്ടാവുന്നു. അപ്പോൾ കോമഡി കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഒരു സീരിയസ് കൊടുത്തിട്ട് കോമഡിയിലോട്ട്. അപ്പം അത് ഏർച്ച്. പിന്നെ അതിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ടെസ്റ്റ് വേണം. അപ്പൊ നമ്മള് ആരും പ്രതീക്ഷിക്കാതെ ടെസ്റ്റ് വേണം. അപ്പൊ നമ്മള് ഉറക്കമൊന്നും ഇല്ലായിരുന്നു, ആലോചിച്ചുകൊണ്ടിരിക്കണം രാത്രിയൊക്കെ എന്താ ടെസ്റ്റ് കൊണ്ടുവരും. നിങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കുറെ നേരം ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെയാണോ? അങ്ങനെയാണോ? അതോ അവരവര് പിന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കും, എല്ലാം സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഒരു കോണ്ടന്റ് ഓർമ്മ കിട്ടിയാല് അത് പറയും, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചിലവര് ഓരോ ഡയലോഗ് പറയും, നമുക്ക് ഈ ഡയലോഗ് മാറ്റി ഇങ്ങനെ ആക്കിയാലോ, അപ്പോഴത്തെ അത് ബെറ്റർ ആയിട്ട് തോന്നും. അങ്ങനെ ചെയ്യാം. അത് അങ്ങനെ അപ്പൊ നല്ല രീതിയിലേക്ക് വരും.